Good afternoon, all. Good afternoon, ma'am. ചാപ്റ്റർ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവരും ന്യൂഇയറൊക്കെ ആഘോഷിച്ചു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മളിപ്പോ എവിടെ വരെയാ പഠിച്ചു നിർത്തിയത്? എംപ്ലോയി ട്രെയിനിങ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? നിങ്ങള് എംപ്ലോയി ട്രെയിനിങ് വരെ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ആരും വായിച്ചു നോക്കാറില്ലേ? നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് വായിച്ചു പോകണോ? കാരണം ഇത് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു വിടാം. എംപ്ലോയീസ് ട്രെയിനിങ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ സെലക്ട് ചെയ്ത് ചിലപ്പോ പ്രൊമോഷൻ വഴിയോ അതല്ലെങ്കിൽ ട്രാൻസ്ഫർ റിമോഷനൊക്കെ നടത്തിയും നമ്മള് വേക്കൻസികളൊക്കെ അങ്ങോട്ടും വരെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയോട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകളുണ്ട്. പക്ഷെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി ഉള്ള വ്യക്തികൾ തന്നെ അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ വരുമ്പോൾ ട്രെയിനിങ് അത് ആ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. അത് തുടങ്ങി അതിന്റെ സ്റ്റെപ്പ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ? ക്ലാസ് എടുത്തോട്ടെ. അപ്പൊ അതിന്റെ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്ന പ്രത്യേകമായിട്ട് എന്താണ് ചിലപ്പോഴൊക്കെ ട്രെയിനിങ് അത് ഒരുപക്ഷെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ഇച്ചിരി കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടി നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർവീസ് ആണെങ്കിലും നല്ല സർവീസ് കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ, അതായത് ഓർഗനൈസേഷനെ ഇപ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കണം എന്ന് തോന്നിയാൽ കുറച്ചുകൂടി പേഴ്സൺസിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വിപുലീകരിച്ച് ആ സമയക്രമത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓർഗനൈസേഷൻ ക്ലൈമറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് അല്ലെ? ചിലപ്പോ ചിലർക്കെല്ലാം അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയ ട്രെയിനിങ് കൊടുത്തിട്ട് അവരുടെ സംശയങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്താണ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതായത് നമുക്കറിയാം ഓരോ മെഷീൻസിന്റെയും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്യുപ്മെന്റ്സുകളെല്ലാം അത് കൃത്യതയോട് കൂടി ഉപയോഗിക്കാൻ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല സ്ട്രെസ് ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് സാധ്യമാകും. അതല്ലെങ്കിൽ എന്താണ് ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. സ്വന്തമായിട്ടുള്ള നോളജുകളെല്ലാം അത് വികസിപ്പിച്ചെടുക്കാൻ ഇൻ കേസ് പഴയ നോളജ് ഒക്കെ ആണെങ്കിൽ അത് പുതുക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ദ ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വിട്ടു പോകുന്ന മാതിരി എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പോ ഇതില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. അപ്പൊ ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രെയിനിങ് അത് കൊടുക്കുമ്പോൾ അതിന് ചിലതായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട് അല്ലെ? ചില നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫ്രഷേഴ്സിന് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരുപക്ഷെ എന്താണ് ഉള്ള നിലവിലുള്ള ജോലിക്കാർക്ക് തന്നെ ഇത്തിരി കൂടി ഹയർ പോസ്റ്റുകൾ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഫസ്റ്റ് പറയുന്നത് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്. അതായത് നമുക്കറിയാം
എന്താണ് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകത അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ആ ഒരു അന്തരീക്ഷമായി എല്ലാവരും കൂടി എന്താണ് പ്രോബ്ലംസ് അവർക്കൊന്നും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആവുമ്പോൾ അവർക്ക് ആ ജോലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും. അപ്പൊ ഏത് ഭാഗത്താണ് ട്രെയിനിങ് ആവശ്യകത, എന്താണ് ഏത് ഭാഗത്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? ചിലപ്പോൾ ഫീൽഡ് ഓഫീസേഴ്സിനായിരിക്കാം, അല്ലെങ്കിൽ മേൽത്തരം ഓഫീസേഴ്സിനായിരിക്കാം. എവിടെയാണ് ട്രെയിനിങ് ആവശ്യം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. നമുക്കറിയാം എന്ത് ട്രെയിനിങ് കൊടുക്കുന്നതും ആ ജോലി അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ജോലിയിലേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ജോലി ട്രെയിനിങ്ങിന് ശേഷം എന്താണ് അവർക്ക് അതിനനുസരിച്ചുള്ള വേക്കൻസി അവിടെ ഉണ്ടായിരിക്കണം ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. അപ്പൊ നമുക്കറിയാം പഠിതാക്കൾ അല്ലെ, അവര് വരുന്നവർക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്, തയ്യാറാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. ഈ അറിവ് എങ്ങനെ, ഇപ്പോ നമുക്കറിയാം ഇങ്ങനെ കാര്യങ്ങളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എംപ്ലോയീസ് അവര് ഫ്രഷേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാം. അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, അപ്പൊ അത് ഏത് രീതിയിലാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഒരു പക്ഷേ ചിലപ്പോൾ പറഞ്ഞായിരിക്കും, ചിലപ്പോൾ കാണിച്ചായിരിക്കും, ചിലപ്പോൾ അത് എന്താണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരച്ച് എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. The most important step in a training program is a presentation of a preparation and knowledge. ഈ നോളജുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. The trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. അപ്പൊ പ്രധാനമായിട്ടും ഈ ട്രെയിനർ എന്താണ് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തി കൃത്യമായിട്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടതല്ലേ, എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അത് ഷോ ചെയ്ത് എന്തെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇലസ്ട്രേറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻ. പുതിയ പുതിയ ഈ അറിവുകൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ ട്രെയിനിങ്ങിൽ വരുന്ന കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വരച്ച് അല്ലെ, നമ്മൾക്കിപ്പോ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ക്രിയാത്മകമായിട്ട് വരച്ച് തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ടേമിലേക്ക് എത്തേണ്ടത്, അതല്ലെങ്കിൽ ഈ മെഷീൻസ് എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതെല്ലാം ലിസ്റ്റ് ചിലപ്പോ വരച്ച് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെയല്ല എത്ര അകലത്തിൽ ഇത്ര സമയം എത്ര ടൈം എടുത്ത് നിങ്ങളത് യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഈ ട്രെയിനർ ഈ വ്യക്തികൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രസന്റേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്, പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. വിവരങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് ട്രൈ ഔട്ട് ആൻഡ് പെർഫോമൻസ് ട്രൈ ഔട്ട്. അതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പ്രകടനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അല്ലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലർക്ക് ചിലപ്പോൾ എന്താണ് നോളജ് അവരുടെ ഉള്ളിലുള്ള അറിവനുസരിച്ചിട്ട് പറയുന്നതനുസരിച്ചിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് പെട്ടെന്ന് ടാസ്ക് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിച്ചെന്ന് വരും. ഒരുപക്ഷെ അവർക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലർക്ക് ആ നോളജ് ഒരുപക്ഷെ അവർക്ക് ക്വാളിഫൈഡ് ആയിരിക്കാമെങ്കിലും പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അത് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് ആദ്യം തന്നെ സ്ലോലി പറഞ്ഞ് പിന്നെ പിന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലെന്താ പറയുന്നത്, under this the training is asked to look through the job several times slowly. അതായത് ആ ജോലിയെ നന്നായിട്ട് തന്നെ ഓവർകപ്പ് നന്നായിട്ട് തന്നെ നോക്കി കാണണം. സ്ലോലി സാവധാനം മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് എക്സ്പ്ലെയിൻ ടു ഹിം ഈച്ച് സ്റ്റെപ്പ്, എങ്ങനെയാണ് ഈ ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി വിവരിച്ചു കൊടുക്കണം. മിസ്റ്റേക്സ് ഷുഡ് ബി കറക്റ്റഡ്. Then the trainee is advised to do the job step by step, building up a skill and speed. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തരുന്ന ജോലി ജോലി തരുമ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് അത് തന്നെ ഒന്ന് എന്താ പറയുക സാവധാനം മനസ്സിലാക്കിയിരിക്കണം.
ഇനി അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നിങ്ങളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം, നെക്സ്റ്റ് ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിന് വിളിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കണ്ടിന്യൂ പ്രവർത്തി ചെയ്യിപ്പിക്കുകയാണ് ട്രെയിലർ വന്ന് ട്രെയിനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നത് അത് കറക്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ അവരോട് ഉപദേശിക്കണം അല്ലെ, എങ്ങനെയാണ് അത് ചെയ്ത് ഇങ്ങനെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ഇതായിരിക്കണം തുടക്കം, ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ ഈ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് വിവരിച്ച് മനസ്സിലാക്കി ഉപദേശിച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതിലെന്താണ് പെർഫോമൻസ് ട്രൈ ഔട്ട് ആണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് അത് പെർഫോം ചെയ്യാണ്. ഈ ഒരു ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് മെത്തേഡ് വ്യക്തികളെ കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പില്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആദ്യം തന്നെ എന്താ പറയുക വളരെ സാവധാനം മനസ്സിലാക്കിയിരിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവരെ ഉപദേശിപ്പിക്കണം. എങ്ങനെ ഉപദേശിപ്പിക്കണം, ആ ഒരു ഔട്ട്കം എന്നുള്ളത് അല്ലെങ്കിൽ റിസൾട്ട് എന്നുള്ളത് സാവധാനം അല്ലെങ്കിൽ സ്പീഡിൽ നല്ല സ്പീഡിൽ തന്നെ നേടിയെടുക്കാനായിട്ടുള്ള രീതി, അത് ഏത് രീതി ഫോളോ ചെയ്യുമ്പോഴാണ് സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് വിവരിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാമഡ് ആണ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, നമ്മളിപ്പോ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ അല്ലെ നമുക്ക് ട്രെയിനറിന് മനസ്സിലാവും ഈ വ്യക്തി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ടോ. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ട്രെയിനർക്ക് പറഞ്ഞ മാറുക. അതനുസരിച്ചിട്ട് തന്നെ ഓരോ വ്യക്തികളെ കൊണ്ട് ഓരോ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യിപ്പിക്കും. അപ്പൊ ചെയ്യിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യണം, അത് വിലയിരുത്തും അല്ലെ, ഇവർ ഓരോരുത്തരും എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്തും. അപ്പൊ അതിനെന്തെങ്കിലും സ്റ്റെപ്പുകൾ അല്ലെ, പുതിയ സ്റ്റെപ്പുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. നേരത്തെ പറഞ്ഞു പോയതിന്റെ തന്നെ ഇവരുടെ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് എഴുതി കൊടുക്കും. നോക്കാം. It is with a view to testing the effectiveness of a training efforts that this step is undertaken. അതായത് ഈ ഒരു സ്റ്റെപ്പും കൂടി വേണം. എന്ത് നല്ല കാര്യക്ഷമമായിട്ട് ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടി വേണം. അതായത് ഈ ട്രെയിനർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് ആ കാൻഡിഡേറ്റ്സ് അവര് പെർഫോം ചെയ്യുന്നത് എന്ന് വിലയിരുത്തിയാൽ മാത്രമേ അല്ലെ, അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ ചെയ്യുന്നുണ്ട് എന്ന് വിലയിരുത്തിയാൽ മാത്രമേ ഓക്കെ ഇവരെ കൊണ്ട് ഇനി ഈ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ആ ജോലി ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് പറയുന്നത് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എ പ്രോഗ്രാം with a view to testing the effectiveness കാര്യക്ഷമമായിട്ട് ഓഫ് ട്രെയിനിങ് എഫേർട്സ്. ട്രെയിനിങ്ങിൽ കൊടുത്തിരിക്കുന്ന എഫേർട്ട് അല്ലെ, മുടക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ഇവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നാണ് അവരെ വിലയിരുത്തിയിട്ടാണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള കറക്ഷൻസ് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. ഫോളോ അപ്പ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്തു പോകുന്നത് അല്ലെ, ഇപ്പൊ 2-3 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കുന്ന രീതി അനുസരിച്ച് സെക്കൻഡ് ഡേയിൽ എന്താണ് അവരത് ചെയ്യിപ്പിക്കും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ലൊരു എന്താണ് ഇവർ ചെയ്യുന്ന ഈ ട്രെയിനർ കൊടുത്തത് കൊണ്ട് നല്ലൊരു എഫേർട്ടാണ് ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Fourth point, presentation of operation and knowledge. അതായത് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഇത് നോളജ് വിവരങ്ങൾ അവർക്ക് മനസ്സിലായി ഇപ്പൊ ഇന്ന രീതിയാണ് എന്നുള്ള കാര്യമുണ്ട് അല്ലെ. നമ്മളിപ്പോ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വ്യക്തികളുടെ അറിവ് വെച്ചിട്ട് അവർക്ക് മനസ്സിലായി. ചിലർക്ക് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും, ചിലർക്ക് പക്ഷെ പെട്ടെന്നത് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. നമുക്കറിയാം ഏതൊരു തൊഴിലിനും ഒരു അടിസ്ഥാന യോഗ്യത വേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഓവർ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസും ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്താണ് ചില എക്സ്പീരിയൻസിനും കൂടി ആയിരിക്കും. അപ്പൊ അവർക്ക്
അതിൻ്റെതായ അറിവും കൂടി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും, അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത് the most important step in a training program is the presentation of a preparation and knowledge. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രസന്റേഷൻ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് നോളജിന് വിവരങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ്, വിവരങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. The trainer should clearly tell, അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, അതേമാതിരി തന്നെ കാണിച്ചു കൊടുക്കണം. ഇലസ്ട്രേറ്റ് എന്ന് വെച്ചാൽ വരച്ച് കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അതെന്തെങ്കിലും പിക്ചറൊക്കെ വെച്ചിട്ടാണെങ്കിൽ ആ പിക്ചറൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഓരോ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ പടമാണെങ്കിൽ നമുക്കറിയാം അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് പിക്ചറൈസ് ചെയ്തിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ആൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്, ഈ പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം, ആൻസേഴ്സ് പറയിപ്പിക്കണം. അപ്പൊ എന്താണ് അവർക്ക് ആ നോളജ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആൻസർ എന്താണ് വ്യക്തികളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവർക്ക് ആ നോളജ് വിവരങ്ങൾ അവർക്ക് കൈമാറുക എന്നത്. The learner should be told of the series of entire job. ഈ ഒരു ജോലിയുടെ മുഴുവൻ അല്ലെ, ഒരു മുഴുവൻ ജോലിയുടെയും സീരിയസ് എന്നിടത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കണം. And why each step in its performance is necessary. എന്താണ് ഇതിന്റെ ഒരു പ്രകടനം അല്ലെ, ഇതിന്റെ ആവശ്യകത, ഈ ജോലി ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഈ രീതി നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ തന്നെ മാത്രമേ നമുക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ ഇന്ന രീതിയിൽ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സീരിയസ്നെസ് കൃത്യമായിട്ട് തന്നെ ഈ ട്രെയിനർ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഇതെന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത, ആർക്കൊക്കെ ആവശ്യകതയുണ്ട്, പിന്നെ ആ ജോലിക്ക് വേണ്ടിയിട്ട് അത് മാത്രമല്ല ഈ നോളജ് എങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇതിന്റെ ഈ പെർഫോമൻസ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം അത് കൃത്യമായിട്ട് തന്നെ പല ടൈമിൽ തന്നെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം. പിന്നെ ഫോളോ അപ്പ് എടുക്കുക, അതായത് 1-2 ദിവസം 2-3 ദിവസം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മള് ഫ്രഷേഴ്സ് ഒക്കെ ആവുമ്പോൾ ഒരു 3 month ഒക്കെ ട്രെയിനിങ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവര് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് നമ്മൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. ഈ ട്രെയിനിങ്ങിന്റെ വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഒന്നാമതായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, നെക്സ്റ്റ് ഓഫ് ദ ജോബ് മെത്തേഡ്സ് ഉണ്ട്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ജോലിയോടൊപ്പമാണ്. അപ്പൊ അതായത് നമ്മളിപ്പോ പുതിയ ഫ്രഷേഴ്സ് ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. മസ്റ്റായിട്ട് അവർക്ക് എല്ലാം 2-3 മാസമൊക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ജോലിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സാധ്യത കൊടുക്കുകയുള്ളൂ. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നോക്കാം. ഇൻ ദ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the employees are trained on the job at their basis of working using actual tools, equipment, documents used by employees when they are fully trained. അതായത് അവരെന്താ ചെയ്യുന്നത്, ആ ജോലിയോടൊപ്പം തന്നെ അവർക്ക് ഉപയോഗിക്കുന്ന അവരുപയോഗിക്കാൻ പോകുന്ന വസ്തുക്കളും അതേമാതിരി തന്നെ ടൂൾസുകളും എക്യുപ്മെന്റുകളും ഡോക്യുമെന്റ്സും നമ്മളിപ്പോ ഒരു അക്കൗണ്ട്സും കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസ് വർക്കുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഫോമുകളൊക്കെ തയ്യാറാക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഫോമുകളെല്ലാം ഇവരോടൊപ്പം തന്നെ ട്രെയിനിങ്ങിന് വരുന്ന വ്യക്തികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നഴ്സുമാരൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കും. മറ്റേത് സ്ഥാപനങ്ങളിലും ഏതൊരു തൊഴിലാണെങ്കിലും അതിൻ്റെതായ ഡോക്യുമെന്റ്സും എക്യുപ്മെന്റ്സും ടൂൾസുകളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും.
അപ്പൊ അത് ഇവർക്ക് ട്രെയിനിങ് പീരീഡില് അത് ഇവരെ കൊണ്ട് തന്നെ പരിശീലിപ്പിക്കും, കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഓരോന്ന് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കാനൊക്കെ എംപ്ലോയർ, തൊഴിലുടമ ഇവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് ഈ 2-3 മാസമൊക്കെ കൊടുക്കുമ്പോഴെന്താണ് അവർക്ക് ട്രെയിനിങ് കിട്ടി ആക്ച്വലി നോർമലി അവരെന്താണ് ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. In the on the job training method, the employee are trained on the job at their place of working using the actual tools, equipment, documents used by employees, but where they are fully trained. അങ്ങനെ വരുമ്പോൾ അവര് fully training കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അവർ ഉപയോഗിക്കുന്ന തന്നെ വസ്തുക്കളും പേപ്പേഴ്സുകളൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ 2 ഇതുകളുണ്ട്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, നെക്സ്റ്റ് വൺ അപ്രന്റീസ്ഷിപ്പ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിൽ വരുന്നത് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. അതായത് ഈ ട്രെയിനിങ്ങിനോടൊപ്പം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഈ എക്യുപ്മെന്റ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ പേപ്പേഴ്സ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഈ ട്രെയിനിങ്ങിന് വരുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നു. അവരതനുസരിച്ച് ഫോളോ ചെയ്തതിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് അത് ലേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമാനുസൃതമായിട്ട് അവരെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്ത പ്രവർത്തനത്തിലൂടെ തന്നെ അവരത് നേടിയെടുക്കുകയാണ് ട്രെയിനിങ്. അതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. ഒരു ക്രമാനുസൃതമായിട്ട് പഠിച്ചെടുക്കുകയാണ് എന്താ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൈമാറുന്നതനുസരിച്ച്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്രന്റീസ്ഷിപ്പ്. നമ്മളെല്ലാവരും കേൾക്കാറുള്ള ഒരു വേർഡാണ്. ഇതെന്താ ചെയ്യുന്നത്? In this, a person is learning a trade from a skilled employer having agreed to work for a fixed period at low wages. അതായത് നമുക്കറിയാം ഒരു ട്രെയിനിങ് തരാനുള്ള പേഴ്സൺ എംപ്ലോയർ എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ തന്നെ അവരവരുടെ ജോലി ചെയ്ത് നേടിയെടുക്കാണോ ഓരോ തൊഴിലുകളും അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്കില്ല്, അതായത് ആ കഴിവും അതേപോലെ തന്നെ നോളജ് ഒക്കെ നേടിയെടുക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോ വേജസ് അവരവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ അല്ലെ കുറച്ച് കൂലിക്കാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇപ്പൊ 3 months അല്ലെങ്കിൽ 6 months ഒക്കെ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് എത്തേണ്ട സമയത്ത് ജോലിക്ക് എത്തണം, ജോലി കഴിയേണ്ട സമയത്തൊക്കെ പോരാനേ സാധിക്കുകയുള്ളൂ. എല്ലാം ഡ്യൂട്ടിക്കുമുള്ള എല്ലാ വ്യക്തികളുടെ രീതിയിൽ തന്നെ അവർ പോകേണ്ടതായിട്ട് വരും. പക്ഷെ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് കാലാവധിയിൽ. അതിനുശേഷം പെർമനന്റ് എംപ്ലോയി ആകുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ സാലറി കിട്ടുന്ന രീതിയിൽ വരും. അപ്പൊ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പും അങ്ങനെ 2 രീതിയിലുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡ് നമുക്കറിയാം. ഇപ്പൊ ഇത്രയും നമ്മൾ ഫ്രഷേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ ഓഫ് ദ ജോബ് മെത്തേഡ് മിക്കവാറും നിലവിലുള്ള ജോലിക്കാര് അതല്ല അവരുടെ കയറ്റങ്ങളിൽ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ ആയിരിക്കും ഈ ഓഫ് ദ ജോബ്. കേസ് മറ്റൊന്നുകളിലെ ആവാം അല്ലെ, ചില ഇതുകളിലും ഇങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഓഫ് ദ ജോബ് മെത്തേഡ് നിങ്ങൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡിൽ പറയുന്നത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the workers or employees learn their job roles away from the actual work floor. അതായത് അവരുടെ ആ ആക്ച്വൽ വർക്ക് ഫ്ലോറിൽ നിന്ന് മറ്റു വ്യക്തികളിൽ നിന്ന് മറ്റു രീതിയിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് എംപ്ലോയീസ് പഠിച്ചിരിക്കുകയാണ് അവരവരുടെ ഡ്യൂട്ടി എന്താണ്. നമുക്കറിയാം അപ്പൊ നിലവിലുള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷനൊക്കെ വരുമ്പോൾ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി തന്നെയൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് കൂടിയേണ്ടി വരും. അപ്പൊ അത് ആക്ച്വലായിട്ടുള്ള വർക്ക് ഫ്ലോറിൽ നിന്ന് അവര് നേടിയെടുക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ 1-2 ദിവസത്തെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് പറയുന്ന കോൺഫറൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വഴിയാണ് അവർക്ക് ആ ഡ്യൂട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് വൺ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ലെക്ചേഴ്സ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട കഴിവുള്ള ലെക്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്തുകൊണ്ട് പ്രൊമോഷൻ കാറ്റഗറിയിലേക്ക് വരുന്ന എല്ലാവരും കൂട്ടിക്കൊണ്ട് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കും. നിങ്ങൾക്കുള്ള
റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്തിരുന്ന ഡ്യൂട്ടിയിൽ നിന്നും ഇത്രയും കൂടി ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് വരും. കേസ് ഓഫ് ഇമോഷൻ ആണെങ്കിലും ചെയ്തിരിക്കുന്ന ജോലിയിൽ താഴേക്കാണ് അല്ലെ. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഡ്യൂട്ടി ആയിട്ട് വരും. പക്ഷെ ഇമോഷണൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ട്രെയിനിങ് ഒന്നും വേണ്ടി വരില്ല. കാരണം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ പ്രൊമോഷൻ കിട്ടി വന്നത്. വീണ്ടും അവരെ താഴേക്ക് മാറ്റുകയാണ് ഇമോഷൻ വരും. അപ്പൊ ഈ പ്രൊമോഷൻ ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ലെക്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അതൊരു വേറൊരു മെത്തേഡ് ആണ്. അതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ് which is often done with the help of the equipment and machines which are identical with those in use in the place of work. അതായത് നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോൾ അവിടെ ക്ലാസ് റൂം പോലെ അല്ലെ, അവര് ഈ പേഴ്സൺസ് ട്രെയിനിങ്ങിന് ആവശ്യമുള്ള പേഴ്സൺസിനെ എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് അവർക്ക് എന്താണ് അവിടെയുള്ള അവർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സും മെഷീൻസും എല്ലാം കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഇന്നതിന് ഉപയോഗിക്കുന്ന മെഷീനാണ്, ഇന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ്, ഇത് ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ ഉപയോഗം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ട്രെയിനിങ് എല്ലാം ഒരു ക്ലാസ് റൂം കണക്കാക്കി. ഇപ്പൊ നമുക്കറിയാം ഒരു പൊസിഷൻ ഉള്ളത് അല്ലെ. അപ്പൊ അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങൾ പക്ഷെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊരു ഇതാണെങ്കിൽ അവർക്ക് എന്താണ് സാധാരണ ഫസ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് നമുക്കറിയാം അല്ലെ, സ്റ്റാർട്ടിങ് ആയാലും പ്രൈമറി സെക്കൻഡറി അങ്ങനെ ടെറിട്ടറി അങ്ങനെ പ്രത്യേക മേഖലകളിലേക്ക് ഉണ്ടാവും. അപ്പൊ ഈ പ്രൊഡക്ഷനും അതേപോലെ തന്നെ സെമി ഫിനിഷ് ഗുഡ്സും ഫൈനലായിട്ട് ഫിനിഷ് ഗുഡ്സ് ഒക്കെ ആയിട്ട് മാറും. ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട ഡ്യൂട്ടി അനുസൃതമായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളെല്ലാം അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വരുമ്പോൾ ഒരു ക്ലാസ് റൂം ആയിരുന്നു കണക്കാക്കി കൊണ്ടുവന്ന് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇന്ത്യയിലെ മെഷീൻസ് ആണ് ഇനി ഉപയോഗിക്കേണ്ടത്, ഇത് ഇന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് വഴി, അതായത് ഒരു ക്ലാസ് റൂമിൽ തന്നെ അവർ ഉപയോഗിക്കേണ്ട മെഷീൻസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. കോൺഫറൻസ്, ഇതേമാതിരി തന്നെ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ നിലവിലുള്ള ഡ്യൂട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ഇതേമാതിരി തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ അല്ലെ നമ്മളുടെ ഡ്യൂട്ടിയുടെ രീതി അനുസരിച്ചിട്ട് വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി പറയുന്നു. അതേമാതിരി തന്നെ കേസ് സ്റ്റഡീസ്, അതായത് ചില കേസുകൾ നമ്മൾ ഈ കേസുകളെല്ലാം ഹയർ പ്രത്യേകമായിട്ട് കുറച്ച് ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ കേസുകൾ അല്ലെ പല പല കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ഓരോ കേസുകളും എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡീസ്. ലേണിംഗ് ബൈ ഡൂയിങ്, എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന രീതി. ദെൻ റോൾ പ്ലേയിങ്, റോൾ പ്ലേയിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാല്ലേ. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അല്ലെ നമുക്ക് എന്താ ക്രിയാത്മകമായിട്ട് കാണിച്ചു തരികയാണ്, അത് റോൾ ചെയ്ത് അല്ലെ നമ്മൾ പ്രകടിപ്പിച്ച് കാണിച്ചു തരികയാണ്. റോൾ പ്ലേയിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രസന്റിംഗ് ടു ദി someone else or pretending to be in a particular situation that you are not really in at that time. അതായത് ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവമല്ല, അത് നേരത്തെ കൂട്ടിയിട്ടിട്ട് അല്ലെ അഭിനയിച്ച് കാണിക്കുകയാണ്. ഇൻ കേസ് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് വന്നാൽ നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോ ആ എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി, അത് അഭിനയിച്ച് കാണിക്കുകയാണ് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ആക്ച്വലി റിയലി അവിടെ ഉള്ള സംഭവമല്ല, അത് അഭിനയിച്ച് അവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അഭിനയത്തിന്റെ വീക്ഷണത്തോട് കൂടിയിട്ട് അവിടെയുള്ള വ്യക്തികൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ആ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് അല്ലെ എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, ഒക്കെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വഴിയാണ് എല്ലാവരിലേക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ട്രെയിനിങ്ങിനും ഇതേമാതിരി ഇലക്ട്രോണിക്കിന്റെ സഹായത്തോടെ it consists of a series of steps which are often stepped through the central panel of an electronic computer as guides in the performance of a desired operation or a series of operation. ഇതിലെ പ്രധാനമായിട്ട് എന്താണ്, ഇതിലൂടെ ഒരു സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ഓരോന്നോരോന്ന്. ഇപ്പൊ നമുക്കറിയാം പിക്ചറുകൾ അല്ലെ, ഇതൊക്കെ ജസ്റ്റ് വരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കും, അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും എല്ലാം അത് വിവരിക്കുന്നുണ്ടാവും.
അങ്ങനെ എല്ലാം എന്താണ് അത് ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു രീതി. അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങില് നമുക്കറിയാം കൂടി നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രീതികൾ പങ്കുവയ്ക്കുന്ന വളരെ അവിടെ ഒരു പക്ഷെ ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കുമെങ്കിലും ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രെയിനിങ് ഗ്രൂപ്പ് ഓർ ടി ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് അവിടെ ട്രെയിനിങ്ങിനായിട്ട് വരുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. അതായത് അതൊക്കെ നമ്മളിപ്പോ ഡോക്ടേഴ്സ് ആണ്, വലിയ ഡോക്ടേഴ്സിനൊക്കെ എന്താണ് ഒരു പൊസിഷനിലേക്ക് പറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാനൽ പോലെ കുറച്ച് ഡോക്ടേഴ്സ് അല്ലെ, സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവര് വന്നിട്ട് ഒന്നിച്ച് 2-3 പേര് വന്നിട്ട് അടുത്താക്കൾക്ക് അതായത് ട്രെയിനിങ് വരുന്ന പേഴ്സൺസിനെ അവരവരുടെ ഒരു എക്സ്പീരിയൻസ് അവരുടെ പേഷ്യൻസിനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഓപ്പറേഷനോ ആയിട്ട് ക്യാൻസർ ചികിത്സയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവർ പ്രത്യേകം എടുത്തു പറയുന്ന ഫീലിങ്സ്, റിയാക്ഷൻ, റിസെപ്ഷൻ ആൻഡ് ബിഹേവിയർ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് അവർക്ക് നോളജ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ് നോക്കാം. He said B group is a kind of learning based on experiences. Participants work together in a small group of 8 to 14 people. So, at 14 people ഒന്നിച്ച് participate ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. Over an extended period, learning comes through analysis of their own experiences, including feelings, reactions, perceptions, and behavior. അപ്പൊ അവരെന്താണ് കേട്ടോ 5 പേരൊക്കെ അവരവരുടെ ഒരു ആശയങ്ങൾ അല്ലെ അവർക്ക് വന്ന എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ എന്താണ് അവരുടെ വൈകാരിക തലങ്ങളും തന്നെ ഓരോ റിയാക്ഷൻസ് വരുന്നതെല്ലാം അല്ലെ വികാരങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഓരോ ധാരണകൾ അതേപോലെ പെരുമാറ്റ രീതികൾ. ഇപ്പൊ ഇൻ കേസ് പേഷ്യൻസിനെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പേഷ്യന്റ് ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിച്ചത്, ഞാൻ അവർക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷയാണ് കൊടുത്തത്, അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ മാർഗങ്ങൾ സ്വീകരിച്ചു, അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവസാനമാണ് ഞാൻ ഓപ്പറേഷന് വിധേയമാക്കിയത്, അല്ലെങ്കിൽ അതിന്റെ ഇതുകളൊക്കെ അല്ലെ ഭേദഗതികളൊക്കെ വരുത്തിയതിനു ശേഷം അവർക്ക് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരുടേതായിട്ടുള്ള അനുഭവങ്ങളും വികാരങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണങ്ങളും ധാരണകളും എല്ലാം പങ്കുവെച്ച് മറ്റുള്ളവർക്ക് എന്താണ് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഒരു പാനൽ പോലെ കുറച്ച് പേരുണ്ടാവും. അങ്ങനെയാണ് അവര് ഒന്നിച്ച് ഡിസ്കഷനും കാര്യങ്ങളും നടത്തിയിട്ട് അവരവരുടെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സോടുകൂടി തീർക്കാൻ പറ്റും അല്ലെ? കുറച്ച് നാളായി ഹ്യൂമൻ റിസോഴ്സ് സ്കിൽസ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, പറയാം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പേഴ്സൺ ഈസ് ലേണിംഗ് എ ട്രെയിൻ ഫ്രം എ സ്കിൽഡ് എംപ്ലോയർ. അതായത് അവരുടെ വ്യവഹാരങ്ങൾ അവര് ട്രെയിനിങ്ങിന് വരുന്ന പേഴ്സൺസ് അത് പഠിച്ചെടുക്കുന്നത് ഫ്രം എ സ്കിൽഡ് എംപ്ലോയർ, ഒരു കഴിവുള്ള ഒരു തൊഴിലാളിയിൽ നിന്നാണ് അത് പഠിച്ചെടുക്കുന്നത്. അതെ, അവർക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താണ് കഴിവുള്ള വ്യക്തികളും ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവും. അവരുടെ കീഴിൽ നിന്നാണ് അവരോടൊപ്പം നിന്നാണ് എന്താ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്രന്റീസ്ഷിപ്പിന് വരുന്ന എംപ്ലോയീസും അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്
സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയറുടെ കൂടെയാണ്, കഴിവുള്ള വ്യക്തികളുടെ കൂടെ നിന്നാണ് അവർ ചെയ്യുന്നത്. ഹാവിംഗ് എഗ്രീഡ് ടു വർക്ക് ഫോർ എ ഫിക്സഡ് പീരിയഡ് അറ്റ് ലോ വേജസ്. അവിടെ വേറൊരു എഗ്രിമെന്റ് കൂടി ഒരു വെക്കുന്നുണ്ട്. എന്താണ്, കുറച്ച് 3 മാസമൊക്കെ അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ ഒരു ഫിക്സഡ് പീരിയഡ് ഞങ്ങൾ ഇത്രയും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് കൂടി സൈൻ ചെയ്തിട്ടാണ് ഈ എംപ്ലോയീസ് അവിടെ ഡ്യൂട്ടിക്ക് പോകുന്നത്. അവിടെ അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താണ്, പ്രധാനമായിട്ട് ഇവര് ഫ്രഷേഴ്സ് ഒക്കെ ആയിരിക്കും. അവിടെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസും കഴിവുള്ള എല്ലാ കാര്യം ചെയ്യുന്ന എംപ്ലോയീസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ കൂട്ടത്തിലാണ് അപ്രന്റീസ്ഷിപ്പ് ഉള്ള വ്യക്തികളും ജോലിക്കായിട്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകതയുള്ളത് കുറഞ്ഞ വേതനത്തിലായിരിക്കും അവർ ജോലി ചെയ്യുക എന്നുള്ളതും. കാരണം മറ്റുള്ളവരെ കൂടെ തന്നെ ഡ്യൂട്ടി ടൈമിൽ തന്നെ പോകേണ്ടതായിട്ട് വരും, തിരിച്ചു പോരേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷെ അവർക്ക് കുറഞ്ഞ വേതനമായിരിക്കും കുറച്ച് കാലങ്ങളിലേക്ക്. ഹാവിംഗ് എഗ്രീഡ് ടു വർക്ക് ഫോർ എ ഫിക്സഡ് പീരിയഡ്. എന്തെങ്കിലും ക്ലിയർ ആണോ? കുറച്ചേരും കൂടി ഉണ്ട്, ചെറിയൊരു ഭാഗം കൂടി എടുത്തേക്കാം. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അടുത്ത ക്ലാസ് നമുക്ക് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ. Performance appraisal. Performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. അതായത് നമ്മള് ഒരു ജോലിക്ക് ആവശ്യകതയുണ്ട് അല്ലെ, ഇതെല്ലാം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മളെ ഈ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുന്ന വ്യക്തികൾ എന്താണ്, അവരുടെ പ്രകടനം കാഴ്ചവെക്കും. അത് വിലയിരുത്തുക എന്നുള്ള ഡ്യൂട്ടി മാനേജ്മെന്റിന്റെ അല്ലെ, പൈസയൊക്കെ ചെലവാക്കി ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് അവരുടെ ആവശ്യമായ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണ് അവരുടെ ഡ്യൂട്ടിക്ക് കൊണ്ടേക്കുന്നത്. എന്നിട്ടാണ് അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ്, ഒരു പ്രവർത്തനമാണ്. ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്, അവിടെയുള്ള തൊഴിലാളികളുടെ ആ പ്രകടനം ഫോർ എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്, അവര് ഉദ്ദേശിച്ചിരിക്കുന്ന ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ജോലിയാണോ ഈ എംപ്ലോയീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രവർത്തനം, അത് കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഒക്കെ അനുസരിച്ചിട്ട്, ജോലിയുടെ ആവശ്യകത അനുസരിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഈ വ്യക്തികളെ എന്താണ് ആ റിക്വയർമെന്റ്സിന് ആവശ്യകത അനുസരിച്ചിട്ടുള്ള രീതി അനുസരിച്ചിട്ട് തന്നെ ഈ എംപ്ലോയീസ് അവരുടെ ജോലി നിർവഹിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്, ഈ പെർഫോമൻസ് അപ്രൈസലിനുള്ള പ്രവർത്തനം അത് വിലയിരുത്തുന്നത് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഘടകങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വേണ്ട എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇന്ത്യൻ വ്യക്തികളെ കൊണ്ട് ഇന്ത്യന്റെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ, ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഇത്രയും പേഷ്യൻസിനെ ഇത്രയും പേഴ്സൺസിനെ കൊണ്ട് സെർവ് ചെയ്യാനായിട്ട് അവർക്ക് അത്രയും സേവനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള രീതി അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ. ഇത്ര പേഴ്സണ് ഇത്രയും പേഷ്യൻസ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇത്ര പേഴ്സണെ കൊണ്ട് ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. Then convey performance expectation to employee. അതേമാതിരി തന്നെ നമ്മൾ എന്താണ് ഇത് അറിയിക്കണം അല്ലെ, ഓരോ എംപ്ലോയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഇത്രയും ഉത്പാദിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഇത്രയും പേഷ്യൻസിനെ ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. Then measure real performance. അങ്ങനെ ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ അല്ലെ, ആ എംപ്ലോയീസ് ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ച് കാണിക്കുന്നു അല്ലെ, ഞങ്ങൾക്ക് ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ സെർവ് ചെയ്യാൻ സാധിച്ചു
അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ ഇത്ര സമയം കൊണ്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് മെഷർ ചെയ്ത് അവർ റിയൽ ആയിട്ടുള്ള പെർഫോമൻസ് കാണിക്കും. അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. Then compare actual performance with the standard. അപ്പൊ നമുക്കറിയാം ഫസ്റ്റിലി തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇത്രയും പേഷ്യൻസിനെ ഇത്രയും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇത്രയും ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഇത്രയും പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അത് റിയൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ പ്രകടനവുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. Then discuss the appraisal with the employee. Okay, നിങ്ങളെ കൊണ്ട് സാധിച്ചു അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പേഷ്യൻസിനെ സെർവ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇൻ കേസ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നെക്സ്റ്റ് ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. ഇൻ കേസ് അവർ വിചാരിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസ് നടന്നിട്ടില്ല എങ്കിൽ അത് എന്തുകൊണ്ട് നടന്നില്ല, ഒരുപക്ഷെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, വ്യക്തികൾ മര്യാദയ്ക്ക് അവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് കൂടുതലായി പോയതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ വ്യക്തികൾ ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതിൽ എന്താണ് എറർ സംഭവിച്ചിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യുക, അതാണ് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് പെർഫോമൻസ് അപ്രൈസലിൽ നടക്കുന്നത്. റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പേഴ്സൺസിനെ ഡ്യൂട്ടിയിലേക്ക് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ അവരെന്താണ് വിലയിരുത്തണം, അവരുടെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ അതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. നമ്മൾ എത്രമാത്രം പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കും, ഈ പേഴ്സണെ കൊണ്ട് എത്രമാത്രം സർവീസ് നടത്താൻ സാധിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. Then convey performance expectation to employee. എംപ്ലോയിനെ അറിയിക്കണം അല്ലെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഇത്രയും സേവനം ചെയ്യാൻ സാധിക്കും. ഇപ്പോ ഇവിടെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് ഉദ്ദേശിക്കും നിങ്ങളെ ഇത്രയും പഠിപ്പിക്കുക, ഈ മണിക്കൂർ കൊണ്ട് ഇത്രയും രീതിയിൽ, അതായത് 6 months കൊണ്ട് ഇത്രയും പോർഷൻസ് പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് അവര് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആക്ച്വലി അല്ലെ മെഷർ ചെയ്യും, നിങ്ങൾ എത്രത്തോളം പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു, ഈ ടൈമിനുള്ളിൽ ഇത്രയും പഠിപ്പിക്കാൻ സാധിച്ചുവോ എന്നുള്ളത് അവരെ മെഷർ ചെയ്യും. കമ്പയർ, അതായത് ചെയ്തതിനു ശേഷം അത് കമ്പയർ ചെയ്യും, ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ പെർഫോമൻസും സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ട് കമ്പയർ ചെയ്യും. ഡിസ്കസ് ദ അപ്രൈസൽ. നമ്മൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അപ്രൈസൽ കിട്ടും. അഥവാ ഇത് എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ച ടൈമില് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ എന്താണ്, എവിടെയാണ് കറക്ഷൻ, എംപ്ലോയീസ് നമ്മളുടെ ഡ്യൂട്ടിയിലാണ് പ്രോബ്ലം എങ്കിൽ അത് അവരിൽ നിന്ന് നടപടികൾ സ്വീകരിക്കും. അതല്ല എങ്കിൽ എന്താണ്, അവർക്ക് പൈസ കിട്ടും. നല്ല രീതിയിൽ നടത്തിയാൽ അവർക്ക് അപ്രൈസൽ കിട്ടും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റും കാര്യങ്ങളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ പെർഫോമൻസ് അപ്രൈസലിൽ പറയുന്നത്. ജസ്റ്റ് ഇതുകൂടി വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ചെയ്യാം. മോട്ടിവേഷൻ തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മോട്ടിവേഷനോട് കൂടിയിട്ട് എന്റെ മൂടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഇത് കിട്ടാൻ സാധിക്കും. നോക്കട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടതുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഉണ്ട്, എത്തിക്കൽ ഉണ്ട്, എടുക്കണം എന്നുള്ളതാണ്. മൊഡ്യൂളിൽ തന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് വേണോ, എത്തിക്കൽ വേണോ. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതെടുത്ത് തീർക്കാനുണ്ടാവും. ഞാൻ ഏതെങ്കിലും മുതൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം, എടുക്കാൻ പറ്റുകയാണെങ്കിൽ. ഇതുവരേക്ക് നിങ്ങൾ ഇതിനെടുത്ത ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ഫോർത്ത് പോയിന്റ് പറയുന്നത് കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അതാണ് കമ്പയർ ചെയ്യാൻ വരുന്ന ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമ്മൾ നോക്കുക എന്താണ് മെഷർ റിയൽ പെർഫോമൻസ്, അതാണ് എന്താണ് ആക്ച്വൽ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ഫോർത്ത് പോയിന്റിൽ പറയുന്നത്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിക്കും അല്ലെ, ഇത്രയും പ്രൊഡക്ഷൻ ഇന്ന വ്യക്തിയെ കൊണ്ട് പറ്റും, ഇതിന് ഈ വ്യക്തിയുടെ സമയം കൊണ്ട് ഇന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത്രയും പ്രൊഡക്ഷൻ സാധ്യമാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവരുടെ സേവനം, അവരുടെ ഈ ഒരു നഴ്സിനെ കൊണ്ട് ഇത്രയും പേഷ്യൻസിന്റെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള നേരത്തെ കൂടി ഒരു സ്റ്റാൻഡേർഡ് അവരുടെ കയ്യിലുണ്ടാവും അല്ലെ. സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കുന്നത് ഒരു പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. അത് ഏതെങ്കിലും പോളിസികളോ നിയമ നടപടികളോ നേരത്തെ കൂടിയുള്ള എക്സ്പീരിയൻസിലൊക്കെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കും. എന്താണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്ററുടെ റോളിലിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും അല്ലെ, മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ആ ഒരു ഫിക്സേഷൻ ആണ് പെർഫോമൻസ് അപ്രൈസലിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അവരെ അറിയിക്കുന്നു. തേർഡ് എന്ന് പറയുന്നത് മെഷർ റിയൽ പെർഫോമൻസ്. ഈ സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെയാണ് ഓരോ വ്യക്തികൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്തുന്നത്. അതാണ് മെഷർ റിയൽ പെർഫോമൻസ്. യഥാർത്ഥത്തിൽ എന്ത് നമ്മളിപ്പോ ആ ഒരു പേഴ്സണെ വെച്ചിട്ട് ആ മെഷീനും കൂടി കൊടുത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു ഇത്ര സമയം കൊണ്ട്, ഉദ്ദേശിച്ചത് സ്റ്റാൻഡേർഡ് ഇത്രയും പ്രൊഡക്ഷൻ നടക്കണം എന്നാണ്. ഇപ്പൊ റിയലായിട്ട് യഥാർത്ഥത്തിൽ എത്ര നടന്നു എന്നുള്ളത് അത് തമ്മിൽ കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ ഇവര് വിചാരിച്ച സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് തന്നെ പ്രൊഡക്ഷൻ നടന്നു, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടന്നു, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാൾ കുറച്ച് പ്രൊഡക്ഷൻ നടന്നു. അതാണ് കമ്പാരിസൺ എന്ന ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അപ്രൈസിലായിരിക്കും അവര് പറ്റുന്നത്. പിന്നെ അല്ല എങ്കിൽ അല്ലെ പ്രൊഡക്ഷൻ ഉദ്ദേശിച്ചതിനേക്കാൾ താഴെ ലെവലിലാണ് എങ്കിൽ നെസസറി സ്റ്റെപ്സുകൾ എടുക്കും. ഒരു പക്ഷേ മെഷീന്റെ കംപ്ലൈന്റ് ആണോ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ കംപ്ലൈന്റ് ആണോ, അല്ലെങ്കിൽ സമയത്തിന്റെ ക്രമീകരണ പ്രശ്നമാണോ, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സംഭവിച്ചത് എന്നുള്ള ആക്ഷൻ എടുക്കുക എന്നതാണ്. ക്ലിയർ ആയോ? എന്താണ് ഫോർത്ത് പോയിന്റ് എന്നുള്ളത്? കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. എന്തെങ്കിലും മോട്ടിവേഷൻ നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. എന്താണ് മോട്ടിവേഷൻ, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ, മാനേജ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ആണ്. പിന്നെ നേരെ വോയിസ് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് മോട്ടിവേഷൻ തുടങ്ങി വെക്കാത്തത് എന്ന് പറയുന്നതായിരുന്നു ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇതിന്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഈ ഭാഗത്ത് വരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റിസോഴ്സ് മാനേജ്മെന്റ് ഭയങ്കര ഒരു കൂടുതലായിട്ടുള്ള PDF ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇറക്കി ചോദിക്കാം. മാത്രമല്ല നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ക്ലാസ്സിൽ റെസ്പോൺസ് ഒന്നും നമുക്ക് പെട്ടെന്ന് തീരും. പക്ഷെ മറ്റേ ക്ലാസ്സുകളിൽ നമുക്ക് അത്രയും ചിന്തിക്കാൻ പറ്റുന്നില്ല. റെസ്പോൺസ് കുറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ അളവും സംഭവിക്കുന്നുണ്ടാകാറില്ല. വിവിധ ക്ലാസ്സുകളായിട്ട് പോകുമ്പോഴാകെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇത്രയും വരെ നിർത്തിയത്. കുറച്ചുകൂടി നമുക്ക് സമയമുണ്ട് മോട്ടിവേഷൻ എടുക്കാനായിട്ട്. പിന്നെ എന്തായാലും മത്സരത്തേക്ക് ഇരുത്താനും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിനു വേണ്ടി കുറച്ച് കൂടുതൽ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമോ? സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്തിരി കൂടി സിമ്പിളായിട്ട് തന്നെ എടുക്കാറ്. ക്ലാസ്സുകളിൽ എന്താണെന്ന് അറിയില്ല, അവർക്ക് ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു. ഇനിവേ
നമുക്ക് ഒരു ക്ലാസ്സും കൊണ്ട് അത് തീർക്കാം. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വരുമ്പോൾ ഇതുവരെയുമുള്ള ഇമ്പോർട്ടൻസ് അതില് ഡെഫിനിഷൻസ് എടുക്കുമ്പോൾ അതിലെ ഡെഫിനിഷൻസിന്റെ ഓരോ ടേംസുകൾ ഉണ്ടല്ലോ, അതുകൾ എന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കണം. ചിലര് ഡെഫിനിഷൻ മീൻ ചെയ്യുന്ന വ്യത്യസ്ത കൃഷികളാവാം, എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അവർക്ക് അതിന്റെ ചിലതില് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കുക. പിന്നെ അതേമാതിരി തന്നെ ഈ റോൾ ഓഫ് പേഴ്സണൽ മാനേജറിന്റെ റോളുകൾ വായിച്ചിരിക്കുക. ടേബിൾ ഒന്ന് വെച്ചിരിക്കുക. അതേമാതിരി തന്നെയാണ് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റേതായ ഇമ്പോർട്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കണം. റോൾ ഓഫ് പേഴ്സണൽ മാനേജറും മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സും എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത് നോക്കിയേക്കണം. എന്താണ് എന്തൊക്കെ കൺസെപ്റ്റുകൾ അല്ലെ, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. പിന്നെ മാൻ പവർ പ്ലാൻ കമ്പോണന്റ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് 2-3 പോയിന്റ്സ് ഉണ്ട്. ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. മാൻ പവറിനെ കുറിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വയ്ക്കുക. പിന്നെ റിക്വയർമെന്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, റിക്രൂട്ട്മെന്റ്, ഇതിന്റെയൊക്കെ ആ ലേബൽ അനുസരിച്ചിട്ടുള്ള മീനിങ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കണം. അത് കാരണം ഓപ്ഷൻസ് കുറച്ചിങ്ങനെ ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് കൺഫ്യൂസ് ഉണ്ടാകരുത്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ജോബ് അനാലിസിസ് എന്നുള്ളത്. അതേമാതിരി തന്നെയുള്ളതാണ് മെത്തേഡ്സ് ഓർ ടെക്നിക് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡയറക്റ്റ് മെത്തേഡ്, അതുപോലെ നമ്മള് ഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ് ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ സിമ്പിൾ ആണ് താനും. പിന്നെ അതുപോലെ മെത്തേഡ് അസസ്മെന്റ്, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം, പിന്നെ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതിങ്ങനെ വ്യത്യസ്ത ടെസ്റ്റുകൾ ഉള്ളതാണ് കൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനെ വ്യത്യസ്ത ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പോയിട്ടുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന ഓക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള സാധ്യതയില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേമാതിരി തന്നെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകളുണ്ട് അല്ലെ, എന്തൊക്കെ ടൈപ്പുകളുണ്ടെന്നുള്ളത്, പ്രൊമോഷൻ എന്താണെന്നുള്ളത്, ഈ ടേമുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്, സെപ്പറേഷൻ എന്താണ് അല്ലെ, നമുക്ക് അറിയാം. പ്രൊമോഷൻ എന്ന് പറയുന്നത് ജോലിക്കയറ്റം, ഡിമോഷൻ എന്ന് പറയുന്നത് ജോലിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയിലും ഇതിലൊന്നും വ്യത്യാസം വരുന്നില്ല, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ അല്ലെ. ആ ഒരു ടേം ഒക്കെ മനസ്സിലാക്കി വെക്കാം. എടുത്ത ട്രെയിനിങ്ങിലാണെങ്കിലും എന്തൊക്കെ ട്രെയിനിങ് ആണുള്ളത് ഒന്ന് ഓർക്കുക. ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലും ജോബ് ട്രെയിനിങ്ങില് അതിനോടൊപ്പം ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഉള്ള ജോലിയിൽ നിന്ന് എന്തെങ്കിലും സ്ഥാനക്കയറ്റൊക്കെ വരുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർത്ത് വയ്ക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് ഒരു ക്ലാസ് വിളിച്ചു കൂട്ടിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ലെക്ചർ നടത്തിയോ അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തിയോ കോൺഫറൻസ് വെച്ചോ അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ വെച്ചിട്ടാണ് നോക്കാം. അത്രയും കാര്യങ്ങള് നോക്കാം. പിന്നെ ഇതേമാതിരി പെർഫോമൻസ് അപ്രൈസലും ഒരു ഇമ്പോർട്ടൻ്റാണ്. സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലും അതേപോലെ തന്നെ കമ്പയറും പിന്നെ അതിനുശേഷം ആക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ, അങ്ങനെ 4 സ്റ്റെപ്പുകളുണ്ട് ഇതിന്റെ പെർഫോമൻസ് അപ്രൈസലും. ആ ഒരു കാര്യം എന്തെങ്കിലൊക്കെ ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ
വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.